റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്തുവരികയാണ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കുന്നതിനായി തന്നെ ഇന്ത്യൻ സൈന്യത്തെ സമാധാന പാലകരായി വിന്യസിപ്പിക്കണമെന്ന നിർദ്ദേശം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വെച്ചിരുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കൻ മാധ്യമ പ്രവർത്തകരായ മാഗിയാണ് ഇത്തരത്തിൽ മാഗിയും ഒപ്പം തന്നെ ജോർദാൻ സ്വാനും ചേർന്നുകൊണ്ട് രചിച്ച റെജീം ചേഞ്ച് ഇൻസൈഡ് ദി ഇംപീരിയൽ പ്രസിഡൻസി ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്ന പുസ്തകത്തിലാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തിന്റെ ആദ്യ മാസങ്ങളിലെ വൈറ്റ് ഹൌസ് ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളുമാണ് പുസ്തകത്തിന്റെ പ്രമേയമായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 2025 ജനുവരി 30 വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗത്തിനിടയിലാണ് ഈ നിർദ്ദേശം ഉയർന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച നടത്തിയത്. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ചർച്ചയ്ക്കിടെ തന്നെ യുക്രൈനിൽ ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചപ്പോഴായിരുന്നു ഇന്ത്യൻ സൈന്യത്തെ സമാധാന പാലകരായി തന്നെ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം വാൻസ് മുന്നോട്ട് വെച്ചതാണ് പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ ഈ ആശയം കേട്ട ട്രംപ് ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുവെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ സൈനിക ശേഷിയും അന്താരാഷ്ട്ര സമാധാന ദൗത്യങ്ങളിലെ അനുഭവ സമ്പത്തിനെയും മുൻനിർത്തിയാണ് ഇത്തരത്തിൽ നിർദ്ദേശം വന്നതെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല ആ ഒരു ചിരിയുടെ പിന്നിൽ എന്താണ് എന്നതും ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഇന്ത്യയുടെ സൈനിക ശേഷി അത്രത്തോളം കരുത്തുറ്റത് അല്ലെങ്കിൽ ശക്തി ആർജിച്ചതാണ്. അതിനെ വളരെ പുച്ഛിക്കുന്ന മനോഭാവത്തോടു കൂടിയാകാം ട്രംപ് ഇക്കാര്യത്തിൽ ഇത്തരമൊരു രീതി സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു മനോഭാവം സ്വീകരിച്ചത് എന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. ലോകത്തിലെ വിവിധ ഐക്യരാഷ്ട്ര സഭാ സമാധാന ദൗത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈനികരെ സംഭാവന ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടി തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയുമാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ തന്നെ പങ്ക് പരിഗണിക്കപ്പെടുന്നു എന്ന സൂചനയാണ് ഇതിനെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യൻ സൈന്യത്തെ യുക്രൈനിലേക്ക് അയക്കാനുള്ള ആശയം വൈറ്റ് ഹൌസ് തലത്തിൽ ചർച്ചയായിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ ഏറെയധികം അഭിമാനകരവും എന്നാൽ അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയ ലെവലിൽ പോലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സൈന്യത്തെ യുക്രൈനിൽ വിന്യസിപ്പിക്കുന്നതിനെ ഉപരാഷ്ട്രപതി JD വാൻസ് ശക്തമായി തന്നെ എതിർത്തു. നാറ്റോ അംഗരാജ്യങ്ങളുടെ സൈന്യം യുക്രൈൻ മണ്ണിൽ എത്തുന്നത് റഷ്യയെ കൂടുതൽ ചൊടിപ്പിക്കുമെന്നും അത് അമേരിക്കയെ നേരിട്ട് തന്നെ യുക്രൈനിലേക്ക് നയിക്കുമെന്നും വാൻസ് വാദിച്ചിട്ടുണ്ട്. തുടർന്ന് യൂറോപ്പിന് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സൈന്യത്തെ കണ്ടെത്താമോ എന്ന് വാൻസ് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് ആകട്ടെ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഈ ഘട്ടത്തിലാണ് വാൻസ് ഇന്ത്യയുടെയും സൗദി അറേബ്യയുടെയും പേരുകൾ നിർദ്ദേശിച്ചത്. ഇന്ത്യയെ പോലൊരു രാജ്യം അവിടെ സമാധാന പാലകരായി വരുന്നത് റഷ്യയ്ക്കും യുക്രൈനും ഒരേപോലെ തന്നെ സ്വീകാര്യമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ അതായത് JD വാൻസിന്റെ ചിന്ത ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ പേര് കേട്ടാൽ ട്രംപ് ചെറുതായി ചിരിച്ചുകൊണ്ട് ഇന്ത്യക്കാർ ഒരിക്കലും അതിന് തയ്യാറാകില്ല, ഇത്തരം കാര്യങ്ങൾക്കായി ഇന്ത്യ ഒരിക്കലും പണം മുടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിർദ്ദേശം തള്ളിക്കളയുകയാണ് ചെയ്തതെന്നതാണ് ഈ പുസ്തകത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.